ഭൂരിഭാഗം വർഷവും ഈ കൊല്ലത്താണ്. എൻ്റെ പ്രവർത്തനമേഖല മുഴുവൻ ഈ കൊല്ലമായിരുന്നു. കൊല്ലത്തെ അൻസാർ ലോഡ്ജ്, ഈ കൊല്ലത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള നാടക ക്യാമ്പുകൾ, അങ്ങനെ ഒരിക്കലും മറക്കാനാവാത്ത എൻ്റെ 60 വർഷത്തിലേറെ നീണ്ട നാടക ജീവിതത്തിൽ ഒരു വലിയ പങ്ക് ഈ കൊല്ലം ജില്ലയ്ക്കുണ്ട്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ് ആ നാടക വേദികളിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ളത്. ഒത്തിരി സന്തോഷമുണ്ട് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ. മലയാള പ്രൊഫഷണൽ നാടകം, ആ നാടകത്തെ പിടിച്ച് നിലനിർത്തിയ, നാടകത്തെ ഏറ്റവും വലിയ കലാരൂപമാക്കി നമ്മളുടെ ജനങ്ങളുടെ ഇടയിൽ എത്തിച്ചതിൻ്റെ ഒരു വലിയ പങ്ക് കൊല്ലത്തെ നല്ലവരായ പ്രേക്ഷകരായ നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ അഭിമാനപൂർവ്വം സ്മരിക്കുകയാണ്. ഇന്നിപ്പോ ഇവിടെ ഒരു പുതിയ നാടകം സമിതി അതിൻ്റെ അരങ്ങേറ്റം കുറിക്കുകയാണ്. എക്കോ തിയേറ്റർ. കേരളത്തിൽ നാടക സംഘങ്ങൾക്ക് ഒരു കുറവുമില്ല. ഇഷ്ടംപോലെ പ്രൊഫഷണൽ സമിതികളുണ്ട്. നാടകം പഴയതുപോലെ നമ്മളുടെ പണ്ടത്തെ ഉത്സവ കാലം ഒരു നാടക അരങ്ങിൻ്റെ കാലം തന്നെയായിരുന്നു. ഒരു ക്ഷേത്രത്തിൽ, ക്ഷേത്രാങ്കണത്തിൽ, ക്ഷേത്ര മൈതാനത്തിൽ 2 നാടകം, ഒരു കഥാപ്രസംഗം, പിന്നീട് ഒരു ബാല്, ഇങ്ങനെ തുടർച്ചയായി പരിപാടികൾ നടന്നു പോന്നിരുന്ന 10 ദിവസവും ഒരാഘോഷമായി കൊണ്ടാടിയിരുന്ന ഒരു വലിയ നാടകത്തിൻ്റെ സുവർണ കാലഘട്ടം കടന്നാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇപ്പോഴും നാടകം എന്ന് പറയുന്ന ഈ കലാരൂപത്തിന് ആസ്വാദകർ വളരെ ഉണ്ട്. അന്നത്തെ പോലെ ഉത്സവപ്പറമ്പിൽ തറയിൽ പേപ്പറും വിരിച്ചിരും നല്ല ആസ്വദിക്കുന്നതെങ്കിൽ പോലും കസേരകൾ വിട്ട് പന്തലുമൊക്കെ ഇട്ട് സ്റ്റേജിൽ നടക്കുന്ന നാടകങ്ങൾ കാണാൻ നാടകത്തെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒട്ടനവധി ആൾക്കാർ ഇന്നും നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ മൂലയിലുമുണ്ട്. അതിപ്പോൾ നാടകത്തിൻ്റെ വേറൊരു രൂപം, അവതരണത്തിന് വേറൊരു രൂപം കൈവരുന്നിരിക്കുന്നു. നാടകമേളകൾ, മത്സരങ്ങൾ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത്, അതിനൊക്കെ ധാരാളം പ്രേക്ഷകർ തടിച്ചു കൂടുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എങ്ങനെയായാലും ഈ പ്രൊഫഷണൽ നാടകം എന്ന് പറയുന്ന ഈ മുഖ്യധാരാ നാടകവേദി ഇന്നും കേരളത്തിൽ വളരെ സജീവമായി തന്നെ നിലകൊള്ളുകയാണ്. ഒരു പോയ നാടകകാലവും പോയ നാടക തലമുറയും നമ്മുടെ നാടക ആചാര്യന്മാരും ഒക്കെ ഇവിടെ തെളിച്ച ഒരു പാതയിലൂടെ പുതുതലമുറ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പുതിയ എഴുത്തുകാർ, പുതിയ സംവിധായകർ, പുതിയ നാടകത്തിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഒക്കെ വളരെ സജീവമായി ഈ രംഗത്ത് നിലയുറപ്പിക്കുന്നു. ഇന്നത്തെ ഈ നാടകം രചിച്ച പള്ളിമൺ ജയകുമാർ സാർ ഒരിക്കലും മറക്കാനാവാത്ത കുറെ നല്ല നാടകങ്ങളുടെ നാടകത്തായിരുന്നു അദ്ദേഹം. സാറിന്റെ നാടകം കണ്ടുള്ള വലുത് ഇന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അരീനയുടെ നാടകങ്ങളായാലും സാറിന്റെ മറ്റ് ഇതര നാടകങ്ങൾ, വിശ്വകേരള കലാസമിതി, അവർക്ക് വേണ്ടി ഒരു നാടകം സാർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും ഒരു നല്ല നാടകത്തിന്റെ മർമ്മമായിരുന്നു നാടകം. നല്ല നാടകം എന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന, ഒരിക്കലും നമ്മളെ മനസ്സിൽ നിന്നും മായാത്ത ഒരു നാടകം നല്ലതായി എന്ന് നമ്മൾ പറയുമ്പോൾ, ഒരു നാടകം കണ്ടിറങ്ങുന്ന ഒരു മനുഷ്യന്റെ, അല്ലെ ഒരു നാടക സ്നേഹിയുടെ, ഒരു പ്രേക്ഷകന്റെ മനസ്സിൽ അത് കുറെ കാലം ജീവിക്കുമ്പോഴാണ് ആ നാടകം നല്ലതായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. വെറുതെ കണ്ടു മറക്കാനുള്ളതല്ല നാടകം. അത് മനസ്സിൽ സൂക്ഷിക്കുകയും മനസ്സിനെ പരിവർത്തിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കലാരൂപം തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ നമ്മളെ സ്വാധീനിക്കുമ്പോഴാണ് ആ നാടകം നല്ലതായി എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്നത്. അത്തരം മഹത്തായ കുറെ നാടകങ്ങൾ രചിച്ച ജയകുമാർ സാർ ഉൾപ്പെടെ ഒരു സംഘം ആൾക്കാർ ഈ എക്കോ തിയേറ്ററിന് രൂപം കൊടുക്കുകയും നിലാവ് പറഞ്ഞത് എന്ന പേരിലുള്ള അവരുടെ ആദ്യ നാടകം ഇന്നിവിടെ ആദ്യ അവതരണം നടത്തുകയുമാണ്. ഒത്തിരി സന്തോഷമുണ്ട്. അതിൻ്റെ പിന്നണിയിൽ ഒരാളാവാൻ എന്നെ അവർ ക്ഷണിച്ചത്
എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം അതോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിരിക്കുന്നു.